Hello, welcome all of you. Today we shall talk about geological time scale. It's a very important topic because every time questions are asking from this topic. What is geological time? The entire lifespan of Earth is called the geological time. Then what is geological time scale? It is a system of organizing the history of Earth into units of time from the smallest to the largest. Largest interval unit എന്ന് പറയുന്നത് ഇയോൺ ആണല്ലോ, സ്മോളസ്റ്റ് epoch. The major divisions of geological time are eons, eras, periods and epochs. നമുക്ക് ഈ ചാർട്ട് നോക്കാം. ഹിസ്റ്ററി ഓഫ് എർത്തിനെ മൊത്തം 4 ഇയോൺസ് ആയിട്ടാണല്ലോ തിരിച്ചിട്ടുള്ളത്. ഓൾഡസ്റ്റ് ഇയോൺ എന്ന് പറയുന്ന ഹാഡിൻ ആണ്, then Archean, Proterozoic, then Phanerozoic. ഹാഡിൻ ഇയോണില് ഇതിന്റെ പ്രത്യേകത ഫോർമേഷൻ ഓഫ് എർത്ത്, then no rocks recovered. അതായത് പാറകളൊന്നും ഇല്ലായിരുന്ന കാലഘട്ടം, അങ്ങനെയെല്ലാം ചോദിക്കാം. ഇത് റേഞ്ച് 4600 to 4000 ആണ്. അപ്പൊ ഇതിന്റെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണല്ലോ പറയുന്നത്. നമുക്ക് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓർത്തിരിക്കുക. ഇപ്പോൾ 4600 മില്യൺ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 4.6 ബില്യൺ അല്ലേ. നെക്സ്റ്റ് ആർക്കിയൻ. The oldest rocks known on Earth was deposited during this time. ഇപ്പൊ ഇതില് ഈ വേർഡ് ഓർത്തിരിക്കുക, സ്ട്രോമറ്റോലൈറ്റ്സ് എല്ലാം ഫോം ചെയ്തു. ഇതാണ് സ്ട്രോമറ്റോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കോളനീസ് ഓഫ് ഫോട്ടോസിന്തസൈസിങ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, അതെല്ലാം ഉണ്ടായത് ഈ കാലഘട്ടം. Then Proterozoic era, it was formed from 2500 million years ago to 540 million years ago. By the end of Proterozoic eon, eukaryotic life appeared. Okay, then comes the അതുപോലെ ഹാഡിൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്, ഇത് മൂന്നും കൂടെ സാധാരണ പ്രീ കാംബ്രിയൻ എന്ന് പറയാറുണ്ട്, ഓർത്തിരിക്കുക. Then Phanerozoic eon is the major events നടന്നത് Phanerozoic-ലാണ്. So in order to study conveniently, Phanerozoic eon-നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇറ, പീരിയഡ്സ്, ഇപ്പോക്ക്. ഇപ്പൊ ഇറ എന്തൊക്കെയാണ്? പാലിയോസോയിക്, മെസോസോയിക്, സീനോസോയിക്. ദെൻ ഇപ്പോക്ക്, അതിനു മുമ്പ് പാലിയോസോയിക്, അതിൽ ഡിഫറെന്റ് എന്തുണ്ട്? പീരിയഡ്സ് ഉണ്ട് അല്ലേ. പീരിയഡ്സ് ഏതൊക്കെയാണ്? കാംബ്രിയൻ, ദെൻ ഓർഡോവിസിയൻ, സിലൂറിയൻ, ലിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ. മീസോസോയിക്, ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്, ദെൻ സീനോസോയിക്, ടെർഷ്യറി, ക്വാട്ടർണറി. ഇപ്പൊ നമ്മൾ സീനോസോയിക് ഇറ അവിടെ ഇപ്പോക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെർഷ്യറിയെ പാലിയോസിൻ, ഇയോസിൻ, ഒളിഗോസിൻ, മയോസിൻ, പ്ലയോസിൻ. ക്വാട്ടർണറി പ്ലേസ്റ്റോസിൻ, then Holocene. See, to understand different eons, eras, periods and epoch in order, I shall give you some mnemonics. ഇതെല്ലാം ഓർഡർ ആയിട്ട് തെറ്റിപ്പോകാതെ ഓർക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ആദ്യം ഇയോൺസ്. ഇയോൺസ് ഓർക്കാൻ ഹാപ്പൻഡ്, HAPP ആണ് കൂടെ ആവശ്യം. ഇയോൺസിൽ H എന്തായിരിക്കും അറിയാലോ, ഹാഡിയൻ, ദെൻ ആർക്കിയൻ, പി, 2 P ഉണ്ട് അല്ലെ. അത് പ്രോട്ടോസോയിക്കും പാൻറോസോയിക്കും അല്ലെ. ഇറ ഓർക്കാന് പ്ലീസ് പാസ് മീ കേക്ക്, പ്ലീസ് പാസ് മീ കേക്ക് അല്ലെ. 2 P ഏതൊക്കെ? പ്രീ കാംബ്രിയൻ, പാലിയോസോയിക്, ദെൻ മീസോസോയിക്, എമ്മ, സീനോസോയിക്, സി. പീരീഡ് ഓർക്കാനാണ് ഇത് വളരെ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആകുന്നത്. പീരീഡില് പാലിയോസോയിക്കിലെ പീരീഡ്, കാംബ്രിയൻ, ഓർഡോവിസിയൻ, അതില് കെയർ ഓഫ് സീരിയസ് ഡിസീസസ് ക്യാൻ പ്രിവെന്റ്. ഇപ്പോൾ കെയർ ചെയ്താൽ പല സീരിയസ് ഡിസീസും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ്. അപ്പൊ അതില് സി ഏതാണ് അവിടെ നോക്കിയാൽ മതി. കാംബ്രിയൻ, ദെൻ ഓർഡോവിസിയൻ, എസ്, ഡി, സി, പി, ഓരോന്നിനും കുറിച്ച്. ഇത് നെക്സ്റ്റ് മീസോസോയിക് ഇറായിലെ പീരീഡ് ഓർക്കാൻ നമുക്ക് അല്ലാതെ തന്നെ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. ട്രയാസ്, ജുറാസിക്, ക്രെറ്റേഷ്യസ് അല്ലേ. എന്നാലും
take juice consistently. Cenozoic take cues, the tertiary quaternary. Okay, then epoch. Paleocene, Eocene, Oligocene, Miocene, Pliocene, Pleistocene, Holocene. Either put eggs on my plate, please honey. ഇത് നോക്കിയാൽ അറിയാം, PEOMPPH. ഓക്കെ, അപ്പോൾ അത് നെമോണിക്സ്. ഒത്തിരി ഇനി നമുക്ക് ഓരോ കാലഘട്ടത്തെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യം പാലിയോസോയിക് ഇറയെ കുറിച്ച് നോക്കാം. പാലിയോസോയിക് era, it is known as era of ancient life. Era of ancient life എന്ന് പറയുന്നത് Paleozoic era. Then different periods of Paleozoic era ഇവയാണ്: Cambrian, Ordovician, Silurian, Devonian, Carboniferous, Permian. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഞാൻ ഓർത്തിരിക്കുക. ഇവിടെ Paleozoic ഇറയിലെ രണ്ട് ഗ്രേറ്റസ്റ്റ് എവല്യൂഷണറി ചേഞ്ചസ് ആണ്. ഒന്ന് കേംബ്രിയൻ എക്സ്പ്ലോഷൻ, അതായത് മാസീവ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്, അതാണ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ. ഇത് സാധാരണ ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഓർഡോവിസിയനിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡിങ് എക്കിനോഡംസ് വരെയുള്ള. അപ്പോൾ തന്നെ ഇതിന്റെ കേംബ്രിയൻ, ഓർഡോവിസിയൻ ഈ രണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ചേർത്ത് ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയാറുണ്ട്. ഓർത്തിരിക്കുക അതെല്ലാം. ഓക്കെ, ദെൻ അടുത്ത് ഈ മാസ് എക്സ്റ്റിങ്ഷൻ, അതും ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് there are 5 major mass extinctions over the last 540 million years ago. ഏതൊക്കെയാണ്? ഒന്ന് എൻഡ് ഓർഡോവിസിയൻ എന്ന് പറയും. അതായത് പേര് കേൾക്കുന്ന പോലെ ഓർഡോവിസിയൻ്റെ ഏതാണ്ട് എൻഡായിട്ട്, അതാണ് ഫസ്റ്റ് ഇത്. ദെൻ ലേറ്റ് ഡിവോണിയൻ മാസ് എക്സ്റ്റിങ്ഷൻ ഇത്. ദെൻ പെർമിയൻ ട്രയാസിക്, അതായത് പെർമിയൻ പെർമിയൻ ട്രയാസിക് എന്ന് പറയും, പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ, അത് ഇതാണ്. പിന്നെ മറ്റു രണ്ടെണ്ണം കൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പൊ അതിനെ ട്രയാസിക്, ജുറാസിക് എന്നും പിന്നെ ക്രെറ്റേഷ്യസ് പാലിയോസീൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്നും പറയും. ഓക്കെ, അപ്പൊ മാസ് എക്സ്റ്റിങ്ഷൻ ഓർത്തിരിക്കുക. ഈ മാസ് എക്സ്റ്റിങ്ഷനിൽ ഞാൻ ഈ പറഞ്ഞില്ലേ, ഇവിടെ പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഇത്, അതിനെ ഗ്രേറ്റ് ഡൈയിങ് എന്ന് പറയും. ഇതെല്ലാം പല എക്സാം ചോദിച്ചിട്ടുണ്ട്. അതിന് പറയാൻ കാരണം 95% ഓഫ് മറൈൻ സ്പീഷീസും ഡിസപ്പിയർ ചെയ്ത് ഈ ടൈമിലാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുക. പാലിയോസോയിക് ഇറ, അവിടെ കാംബ്രിയൻ എക്സ്പ്ലോഷൻ ഓർത്തിരിക്കുക, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡിങ് എക്കിനോഡംസ്, ട്രൈലോബേറ്റ്സ് എല്ലാം ഉണ്ടായി വരുന്നു. അപ്പോൾ ഇവിടെ കാംബ്രിയനും ഓർഡോവിസിനും ആ ടൈമിലെ ഏജ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയും, ഓർക്കുക. പിന്നെ മാസ് എക്സ്റ്റിങ്ഷൻ, 5 മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ട്, ഓർത്തിരിക്കുക. ദെൻ ഇനി അടുത്ത് പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ ഓർക്കാം. ഇവിടെ സിലൂറിയനിൽ എന്താ ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ്സ് ഉണ്ടായി, റെനിയ ലൈക്ക് പ്രിമിറ്റീവ് ടെറിഡോഫൈറ്റ്സ് എല്ലാം ഉണ്ടായി. പിന്നെ കൃത്യമായിട്ട് ഇവിടെ എല്ലാം നടന്ന ആ കാര്യങ്ങളെല്ലാം MCQ ക്വസ്റ്റ്യനിൽ ഞാൻ പ്രാക്ടീസ് ടെസ്റ്റ് തരും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നടന്ന സംഭവങ്ങൾ ഫോക്കസ് ചെയ്തൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ റിനിയ ലൈക്ക് പ്രിമിറ്റീവ് ടെറിഡോഫൈറ്റ്സ് ഒക്കെ ഉണ്ടായി, സിലൂറിയൻ. ദെൻ ഡിവോണിയൻ, ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുന്നത്. എന്നാൽ ഒറിജിൻ ഓഫ് ആംഫിബിയ ഒറിജിൻ ചെയ്യുന്നു. ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുന്നത് ഡിവോണിയൻ ആണ്. എന്നാൽ കാർബോണിഫറസ് ആണെങ്കിലോ ഏജ് ഓഫ് ആംഫിബിയ, പക്ഷെ ഒറിജിൻ ഓഫ് റെപ്റ്റൈൽ. അപ്പൊ ഇവിടെ ഫസ്റ്റ് റെപ്റ്റൈൽ ഉണ്ടായെന്ന് പറയുമ്പോൾ കാർബോണിഫറസ് എന്ന് പറയാം, പക്ഷെ ഏജ് ഓഫ് ആംഫിബിയ എന്ന് പറയുന്നത് അതും കാർബോണിഫറസ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽ അല്ലേ, നമുക്കറിയാം, മാമൽ. അപ്പൊ അത് തെറ്റിപ്പോകാതെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു കാര്യം, അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് റെപ്റ്റൈൽസ്, പിന്നെ സൂപ്പർ കോണ്ടിനെന്റ് പാൻജിയ ഇൻടാക്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം പാൻജിയ എന്താണെന്ന് നോക്കാം. During late Paleozoic era,
continent we now know as North America was contiguous with Africa, South America, and Europe. All existed as a single supercontinent called Pangaea. And in Pangaea. Pangaea was surrounded by global ocean called Panthelis. ഇപ്പൊ ഇവിടെ തന്നെ മറ്റൊരു വേർഡ് കൂടെ ഓർക്കാൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് അപ്പലാച്ചിയൻ റവല്യൂഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഈ കാലഘട്ടത്താണ് നടന്നത്. അതായത് കാർബോണിഫറസ് പെർമിയൻ ഈ പീരീഡിലാണ് അപ്പലാച്ചിയൻ റവല്യൂഷനിലാണ് സൂപ്പർ കോണ്ടിനെന്റ് പാൻജിയ ഇൻടാക്ട് ആയി ഫോം ചെയ്തത്. മനസ്സിലായില്ല? അപ്പൊ ഇൻടാക്ട് ആയി, പാൻജിയ ബ്രേക്ക് അല്ല, അത് രണ്ടും തെറ്റിപ്പോകരുത്. ഇപ്പൊ ഇൻടാക്ട് ആയിട്ടിരുന്നു, അത് അപ്പലാച്ചിയൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ടൈമിലാണ്. അപ്പോൾ സൂപ്പർ കോണ്ടിനെന്റ് പാൻജിയ ഇൻടാക്ട് ആയിട്ടിരുന്നു, ഉണ്ടായി എന്ന് പറയും. ഓക്കെ, ദെൻ അപ്പോൾ മേജർ മാസ് എക്സ്റ്റിങ്ഷൻ ഏതാണ്? ഇവിടെ ഈ ടൈമിൽ ഈ പെർമിയൻ അല്ലേ. ദെൻ അന്നേരം 95% ഓഫ് മറൈൻ സ്പീഷീസും ഡിസപ്പിയർ ചെയ്തു. അത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഓക്കെ, ദെൻ നമുക്കിനി മീസോസോയിക് ഇറ, ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നതാണല്ലോ മീസോസോയിക് ഇറ. അതിനെ 3 പീരീഡായിട്ട് ട്രയാസിക്, ജുറാസിക്, ക്രെറ്റീഷ്യസ്. ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മാസ് എക്സ്റ്റിങ്ഷൻ മറ്റ് 2 എണ്ണം. ഇവിടെ ഇത് അപ്പുറത്ത് പറഞ്ഞത് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ബിറ്റ്വീൻ എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരെണ്ണം. ദെൻ ലാസ്റ്റ് മാസ് എക്സ്റ്റിങ്ഷൻ, അങ്ങനെ 5 എണ്ണം. ഓക്കെ, ഈ ട്രയാസിക്കില് ഫസ്റ്റ് ഡിനോസാർ ഉണ്ടാകുന്നു. അപ്പൊ ഡിനോസാർ ഫ്ലറിഷ് ചെയ്തിരുന്നതാണ് ജുറാസിക്, അതായത് ജുറാസിക് പാർക്കെല്ലാം കേട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡിനോസർ ട്രയാസിക്, ഫസ്റ്റ് മാമൽ ട്രയാസിക്. ഓർക്കുക, മാസ് എക്സ്റ്റിങ്ഷൻ, ഈ മാസ് എക്സ്റ്റിങ്ഷൻ ആണ് ബ്രേക്കപ്പ് ഓഫ് പാൻജിയ. അതായത് പാൻജിയ ബിഗാൻ ടു ബ്രേക്ക് അപ്പാർട്ട് അബൌട്ട് 200 million years ago at the end of Triassic and the beginning of Jurassic period. ഓർത്തേ? ഓക്കെ, ദെൻ ഇവിടെ ഈ ടൈമിൽ ഇപ്പോൾ ഏർലി ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ജിംനോസ്പം ഡോമിനേറ്റഡ്. അപ്പോൾ ജുറാസിക് അന്നേരം ഡിനോസോർസ് ഡോമിനേറ്റ് ചെയ്ത പോലെ പ്ലാന്റ്സിൽ ജിംനോസ്പം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. ക്രെറ്റേഷ്യസ് പീരീഡിൽ ഒറിജിൻ ഓഫ് പ്ലാസന്റൽ മാമൽസ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സീനോസോയിക് ഇറ. സീനോസോയിക് ഇറ 2 പീരീഡ്, ടെർഷറി, ക്വാട്ടർണറി. ഇവിടെ റൈസ് ഓഫ് ഫസ്റ്റ് primates, then Eocene horse-like hoofed animals originated, rise of apes, monkeys, etc. Then Miocene, Pliocene. ഇവിടെ early human ancestors spread of grassy ecosystem. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം MCQ ക്വസ്റ്റ്യനിലൂടെ തരും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ പോയിന്റുകളൊന്നും മനസ്സിലാക്കുക. ഇവിടെ ഐസ് ഏജ് എന്ന് പറയുന്നതാണ്. ഐസ് ഏജ്, ഇതാണ് ഏജ് ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്നത്. ഈ ടൈമിൽ ഏജ് ഓഫ് ഹ്യൂമൻ, ഐസ് ഏജ്. ദെൻ പ്ലീസ്റ്റോസിൻ കണ്ടോ, അറൈവൽ ഓഫ് മോഡേൺ മാൻ, അതായത് ഈ ഐസ് ഏജിന്റെ ആ ടൈമിൽ. ഇവിടെ നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് പറഞ്ഞു, അതിനെ തന്നെ ബില്യൺസ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ ഹോളോസീനൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ കാലഘട്ടം അടുത്തടുത്ത് വരുന്നു. 0.01, അതിനെന്താ 10,000 ഇയേഴ്സ്. അപ്പൊ തൗസൻഡ്സിൽ നമുക്ക് പറയാം. ദെൻ അപ്പോൾ ഇവിടെ ഹോളോസീനിൽ മോഡേൺ മാൻ ഡോമിനേറ്റ്, എക്സ്റ്റിങ്ഷൻ ഓഫ് ലാർജ് മാമൽസ് ലൈക്ക് ബേർഡ്സ്. ഇത്രയും മൈൽ സ്റ്റോൺസ് മനസ്സിലായല്ലോ. ഇനി ഈ ഐസ് ഏജ് ബിഗിൻസ് വിത്ത് ക്വാട്ടർണറീസ് പീരീഡ് അല്ലേ. ഐസ് ഏജ് ബിഗിൻസ് വിത്ത് ക്വാട്ടർണറി പീരീഡ് ആൻഡ് എൻഡ്സ് അറ്റ് അബൌട്ട് ദ ബിഗിനിങ് ഓഫ് ഹോളോസീൻ ഇപ്പോക്ക്. ഹോളോസീൻ ഇപ്പോക്കിന്റെ ബിഗിനിങ്ങിൽ അത് എൻഡ് ചെയ്യും. ഏറ്റവും മൈൽ സ്റ്റോൺ ആണ് ഞാൻ പറഞ്ഞത്. ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്കറിയാം, ഹോളോസീൻ ആണ് ലേറ്റസ്റ്റ് ഇപ്പോക്ക് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ഹോളോസീൻ ഇപ്പോക്കിനെ വീണ്ടും 3 ഏജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും അടുത്ത കാലത്ത് ചില ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഹോളോസീൻ ഇപ്പോക്ക്, അതിനെ ഹോളോസീൻ ഇപ്പോക്ക് സബ്ഡിവൈഡഡ് ഇൻടു 3 ഏജസ്. എന്തൊക്കെയാണ്? ഗ്രീൻ
ലാൻഡിയൻ ഏജ്, നോർത്ത് ഗ്രിപ്പിൻ ഏജ്, മേഘാലയൻ ഏജ്. എൻ്റെ കാലഘട്ടങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് ഗ്രീൻലാൻഡിയൻ ഏജിനെ ഏർലി ഹോളോസിനും, നോർത്ത് ഗ്രിപ്പിയൻ ഏജിനെ മിഡിൽ ഹോളോസിനും, മേഘാലയൻ ഏജിനെ ലേറ്റ് ഹോളോസിനും പറയും. അപ്പൊ ഇത് മേഘാലയൻ ഏജ് ആണ് കുറച്ചുകൂടെ നമുക്ക് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ മേഘാലയൻ ഏജ് is the latest age of Holocene epoch. During this time, there was a worldwide drought that had wiped out many civilizations of that period. As the name implies, geologists found out the evidences for the Meghalayan age from the caves of Indian Meghalaya state of India. മറ്റൊരു വേർഡ് കൂടെ ആന്ത്രോപീസിനെ വേർഡ് ഉപയോഗിച്ച ക്രുട്സനും യൂജിൻ സ്റ്റമറുമാണ്. അതായത് ആന്ത്രോപീസിൻ എന്ന് പറയുന്നാൽ ഇറ്റ്സ് ദ കറന്റ് ടൈം ഇൻ വിച്ച് ഹ്യൂമൻസ് ഹാവ് ഹാഡ് ആൻ ഇനോർമസ് ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെന്റ്. ഓക്കെ, നമുക്കിനി ചില ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഫൈൻഡ് ദ കറക്റ്റ് ഓർഡർ. ഇറ, ഇയോൺ, പീരീഡ്, ഇപ്പോക്. പീരീഡ്, ഇപ്പോക്, ഇറ, ഇയോൺ. ഇയോൺ, ഇറ, പീരീഡ്, ഇപ്പോക്. അതല്ലേ ആൻസർ? ഇറ്റ്സ് വെരി സിമ്പിൾ ആണ് അല്ലേ? Then മറ്റൊരു ക്വസ്റ്റ്യൻ. Amphibians first appeared in which period? സെലൂറിയൻ, ഡിവോണിയൻ, പെർമിയൻ, കാർബോണിഫറസ്. ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു. അതിൽ ഫസ്റ്റ് അപ്പിയർഡ് എന്ന് പറയുമ്പോൾ ഡിവോണിയൻ. നമുക്ക് ഏജ് ഓഫ് ആംഫിബിയ പറഞ്ഞാൽ ഏതാണ്? കാർബോണിഫറസ് അല്ലേ? ഓക്കെ, തെറ്റിപ്പോയത്. Then during which of the following major mass extinction events over 95% of marine species disappeared from the planet Earth? ഇപ്പൊ പറഞ്ഞത് എന്താ? പെർമിയൻ അല്ലേ? ആ മാസ് എക്സ്റ്റിങ്ഷൻ പറഞ്ഞത്. അപ്പൊ സി ആണ് ആൻസർ. Then major match the events in the history of life with the Earth's geological period. ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ ഓരോന്ന് നോക്കുക. ഫസ്റ്റ് റെപ്റ്റൈൽസ് എല്ലാം ഇതിൽ ഫസ്റ്റ് റെപ്റ്റൈൽസ് കാർബോണിഫറസ് വരും അല്ലേ? ഫസ്റ്റ് മാമൽ ഇതിലേത് വരും? ഫസ്റ്റ് മാമൽ ഇതിന് ഫസ്റ്റ് മാമലാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയാസിക് അല്ലേ? ഫസ്റ്റ് മാമൽ ഒരു 1-2 എണ്ണം കൂടി നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ? ഇവിടെ ഇതാ ശരിക്കും ബി അല്ലേ ആൻസർ? ബി ഉണ്ട്. ഇപ്പോ പിന്നെ അടുത്തെന്താ? ഫസ്റ്റ് ഹ്യൂമൻസ്. ഇവിടെ നമുക്ക് കോട്ടോണ്ട് പറയാൻ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ആംഫിബിയൻസ്. അപ്പോൾ ബി ആണ് ആൻസർ അല്ലേ? ദ കറക്റ്റ് ഓർഡർ ഓഫ് പീരീഡ്സ് ഫ്രം പാലിയോസോയിക് ടു മീസോസോയിക്. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൂടുതലും ന്യൂമോണിക്സിന്റെ പ്രാധാന്യം ഇവിടെ വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ വന്നത് ചോദിക്കുന്ന ഫ്രം പാലിയോസോയിക് ടു മീസോസോയിക് ആണ്. അപ്പൊ പാലിയോസോയിക് അതിന്റെ ന്യൂമോണിക് നോക്കണം, ദെൻ മീസോസോയിക്കിന്റെ നോക്കണം. നമുക്കത് നിങ്ങൾ നോക്കണം ന്യൂമോണിക്സ് വെച്ച്. ഞാനിപ്പോൾ ആൻസർ തന്നിട്ടുണ്ട്. എന്താ? സി ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ MCQ ക്വസ്റ്റ്യൻസ് ശരിക്കും പ്രാക്ടീസ് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ തരുമ്പോൾ തന്നുള്ള. ഓക്കെ, ഇന്നത്തേക്ക് മതി. താങ്ക് യു.